ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്നത്തെ കലാപരിപാടി ബാഗ്സ് ആണ്. എൻ്റെ ബാഗ് കളക്ഷൻ കാണാൻ വിചാരിച്ചു. ഇതെൻ്റെ ഒരു ഫേവറേറ്റ് ബാഗ്. ഞാൻ നാട്ടിൽ നിന്ന് വാങ്ങിച്ച ബാഗ് കേട്ടോ. ഇത് 800 സംതിങ് രൂപയായിരുന്നു ഈ ബാഗിൻ്റെ വില. ഒരു കുഴപ്പമില്ല, വർഷങ്ങളായി. ഈ ബാഗിന് ഞാൻ അങ്ങനെ ഇടാറില്ല, അതുകൊണ്ടായിരിക്കാം. പിന്നെ ഓൾസോ ഇതിന് സ്പേസ് കുറവാണ്, കാണാനുള്ള ഭംഗി മാത്രമേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് എപ്പോഴും ഈ ബാഗ് കൊണ്ട് ഞാൻ നടക്കാറില്ല, കാരണം എപ്പോഴും കുറേ അധികം സാധനം കാണും. അപ്പം അതുകൊണ്ട് ഈ ബാഗ് അങ്ങനെ ഇടാറില്ല. പക്ഷെ എനിക്ക് ഇഷ്ടമാണ്. ഈ കളറാണെങ്കിലും ഈ ഒരു ബാഗാണെങ്കിലും ഒരു കുഴപ്പം. എത്ര വർഷമാണെന്നറിയാം വാങ്ങിച്ചിട്ട്. എല്ലാവർക്കും ഒരു ബ്ലാക്ക് ബാഗ് വേണമല്ലോ. എൻ്റെ പ്രശ്നം ഇത് തന്നെയാണ്, സ്പേസ് കുറവാണ്. അപ്പം അത് കാരണം ഞാൻ അങ്ങനെ അധികം ഇടാറില്ല. പക്ഷെ എനിക്ക് ഇഷ്ടമുള്ളൊരു ബാഗാണ്, ഒരു കുഴപ്പവും ഇല്ല ഈ ബാഗിന്. ഇതൊരു ബ്രാൻഡിൻ്റെ ബാഗൊന്നും അല്ല, ഇതൊരു സാധാ ബാഗാണ്. ഇവിടുന്ന് വാങ്ങിച്ചതാണ്, അതുകൊണ്ട് എനിക്ക് പ്രൈസ് അറിയില്ല. ഈ ഒരു ബാഗ് ഇത് പല വീഡിയോയിലും ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇടുമ്പോൾ മിക്കപ്പോഴും ഞാൻ കൊണ്ടുവന്നൊരു ബാഗാണ്. പക്ഷെ ഇപ്പം എനിക്ക് ഇടാൻ അത്ര ഇതിൻ്റെ ഇതൊക്കെ കഴിഞ്ഞു. ഈ ബാഗിനോട് കുഴപ്പം സ്പേസ് ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ ഇതിനകത്ത് ഒരു സാധനം ഇട്ടിട്ട് ഇങ്ങനെ കമത്തിക്കഴിഞ്ഞാൽ എല്ലാം കൂടെ താഴോട്ട് പോകും. പക്ഷെ ഇത് പല ഉടുപ്പിൻ്റെ കൂടെ ഇപ്പോൾ ബ്ലൂവിലൂടെ ഇടാം, ഡാർക്ക് ബ്ലൂ, ലൈറ്റ് ബ്ലൂ, പിങ്ക്, റെഡ്, എനി കളർ. സോ ഐ പ്രോബബ്ലി ഡോണേറ്റ് ദിസ് വൺ. ഇതൊരു ബ്രാൻഡുള്ള ബാഗാണ്, സ്റ്റീവ് മാരിൻ്റെ ബാഗാണ്. ഇനി ഇതിൻ്റെ പ്രശ്നം ഞാൻ വെച്ചിടാം. ഇത് ഞാൻ വാങ്ങിച്ചിട്ട് അധികമൊന്നും ആയിട്ടൊന്നും ഇല്ലായിരുന്നു. ഇത് കണ്ടോ, ഇതെല്ലാം പൊളിഞ്ഞ് മൊത്തത്തിൽ പൊളിഞ്ഞ് അങ്ങനെ. ഇതെൻ്റെ കയ്യിലുള്ള ആപ്പാടെ ഒരു ബ്രാൻഡഡ് എന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും അത്യാവശ്യം വിലയുള്ളൊരു ബാഗാണ്. അപ്പോൾ ഈ ബാഗിൻ്റെ അവസ്ഥ ഇതാണ്. ഞാനങ്ങനെ ഇടാനൊന്നുമില്ല ഈ ബാഗ്. ഇത് ഞാൻ കൊടുക്കുന്നൊന്നുമില്ല, കാരണം ഇത് മൊത്തം പോയി കിടക്കുക. അങ്ങനെ ചീത്തായി കിടക്കുന്നത് നമ്മൾ കൊടുക്കാൻ ഡൊണേറ്റ് ചെയ്യത്തില്ലല്ലോ. അപ്പം ഞാനിങ്ങനെ വെച്ചിരിക്കാം. പിന്നെ ഇത് ഫാനി പാക്സ് ആണ്. ഇത് എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഇടാനും ഊരാനും എളുപ്പമാണ്. അതുപോലെ തന്നെ എവിടെയെങ്കിലും ചെന്ന് കഴിയുമ്പോൾ നമുക്കിത് ഊരണ്ട, വെറുതെ ഇങ്ങനെ ഇരുന്നാൽ മതി. സാധാരണ ബാഗ് നമുക്ക് എവിടെയെങ്കിലും ചെന്ന് നമുക്ക് ഊരിങ്ങനെ വെക്കണം, അങ്ങനെയൊക്കെ ഇല്ല. ഇത് അങ്ങനെയൊന്നുമില്ല. അതുപോലെ സ്പേസും ഉണ്ട്. അപ്പോൾ ഇതിന് 2-3 കളറുണ്ട്, ബ്ലാക്കും ഉണ്ട്. പക്ഷെ അത് എവിടെയാണെന്ന് നോക്കിയിട്ട് കണ്ടില്ല. അപ്പോൾ ഇത് ഗ്രേ ഉണ്ട്, ഈ ഒരു ബ്ലാക്ക്, ഈ 3 കളറുമാണ് ഇതിൻ്റെ ഉള്ളത്. ആൻഡ് ലാസ്റ്റ് ഈ ഒരു ബാഗാണ്. ഇത് ഞാൻ വാട്സൺ മൈ ബാഗ് വീഡിയോ ഒക്കെ കാണിച്ചിട്ടുള്ള ബാഗാണ്. ഇതൊരു പിങ്ക് ബാഗാണ്, ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തത്. ഇതിൻ്റെ വിലയും എനിക്ക് ഓർമ്മയൊന്നുമില്ല. അത് എല്ലാ സാധനവും ആയിരിക്കും. എൻ്റെ ഹസ്ബൻഡിന് ഒരു സ്വഭാവമുണ്ട്, പേഴ്സ്, വിക്സ്, പിന്നെ മിഠായി, കുറേ മുഖത്തിടുന്ന കുറേ അന്നവാസിയുള്ള സാധനങ്ങൾ, ഇതൊക്കെ എൻ്റെ ഇടയിൽ ഇറങ്ങി കഴിയുമ്പോൾ എൻ്റെ കയ്യിൽ എപ്പോഴും ബാഗുണ്ട്. അപ്പം ഞാനത് ഉണ്ണിയതിനകത്ത് വെക്കുക, അടയത്തില്ല. ബാഗ് ഇങ്ങനെ തുറന്നിരിക്കും, അത്രയും സാധനങ്ങൾ അവിടെ കുത്തിക്കയറ്റി കൊണ്ടുവരുമ്പോൾ. അപ്പോൾ പുള്ളി ഇറങ്ങി ഇങ്ങോട്ട് കൊണ്ട് ഞാൻ തന്നെ പിടിച്ചോളാം, അങ്ങനെ പുള്ളി കൊണ്ട് നടന്നോളൂ. അവനെ കുഴപ്പമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വലിയ ബാഗ് വാങ്ങിച്ചത്. അത് വേറൊരു കാര്യം. പിന്നെ വർക്കിന് പോകുമ്പോൾ എനിക്ക് കുറേ അധികം സാധനങ്ങൾ കൊണ്ടുപോകണം. അപ്പോൾ വർക്കിന് എപ്പോഴും ഈ ബാഗ് കൊണ്ടാണ് പോകുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റ, ബൈ.